ഈശോയിൽ സ്നേഹമുള്ളവരെ, പുതുപ്പാടി വിൻസെൻഷൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും എല്ലാവർക്കും പ്രാർത്ഥനാശംസകൾ. ജൂബിലാത്തെ വചനവിരുന്നിലേക്ക് ഏവർക്കും സ്വാഗതം. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ലോകത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്. ഒരു വശത്ത് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും ഒത്തിരിയേറെ സൗകര്യങ്ങളും സന്തോഷങ്ങളും ഒക്കെ വർദ്ധിച്ചു വരുമ്പോൾ, മറുവശത്ത് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഭയം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു കാലത്തും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള പ്രതിസന്ധികളിലൂടെയാണ് മനുഷ്യവർഗം കടന്നു പോകുന്നത്. യുദ്ധങ്ങളും സമരങ്ങളും ആക്രമണങ്ങളും, സ്ത്രീകൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങളും കുട്ടികൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങളും, അതോടൊപ്പം സാമ്പത്തികമായുള്ള പ്രതിസന്ധികളും മഹാമാരികളും പ്രകൃതി ദുരന്തങ്ങളും ഒക്കെ കാണുമ്പോൾ മനുഷ്യരുടെ മനസ്സിൽ വല്ലാതെ ഭയം വർദ്ധിച്ചു വരുന്നു. അതോടൊപ്പം ഒരേ കുടുംബത്തിൽ തന്നെ ഉണ്ടാകുന്ന കൊലപാതകങ്ങളും, നമ്മുടെ നാട്ടിൽ അനേകർ കഞ്ചാവിനും ലഹരി വസ്തുക്കളും ഒക്കെ അടിമകളായി ഉണ്ടാകുന്ന പല വിധത്തിലുള്ള പ്രതിസന്ധികളും ആക്രമണങ്ങളും, അതോടൊപ്പം വർഗീയവാദവും എല്ലാം മനുഷ്യൻ്റെ മനസ്സിൽ ഒത്തിരിയേറെ ഭയം കൊണ്ടുവരുന്നു. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ അലട്ടുന്ന എല്ലാ ഭയങ്ങളിൽ നിന്നും ഉത്കണ്ഠകളിൽ നിന്നും അവയെ അതിജീവിക്കുവാൻ നമുക്ക് നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തിലേക്ക് കടന്നു വരണമെന്നാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: നീ അവരെ ഭയപ്പെടേണ്ട, നിന്റെ രക്ഷയ്ക്ക് നിന്നോട് കൂടെ ഞാനുണ്ട്. കർത്താവ് ജെറമിയ പ്രവാചകനോട് പറയുന്നതാണ്, നീ ആരെയും ഭയപ്പെടേണ്ട. കാരണം ഇതാണ്, നിന്റെ രക്ഷയ്ക്ക് ഞാൻ നിന്റെ കൂടെയുണ്ട്. സ്നേഹമുള്ളവരെ, ഇതിനേക്കാൾ വലിയൊരു വാഗ്ദാനം ദൈവത്തിന് ഒരു വ്യക്തിക്ക് നൽകാനില്ല. അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതിനേക്കാൾ വലിയൊരു വാഗ്ദാനം ലഭിക്കാനുമില്ല. ഞാൻ നിന്റെ കൂടെയുണ്ട്, നീ ഭയപ്പെടേണ്ട. അതെ, ഇപ്പോൾ ജെറമിയ പ്രവാചകനൊക്കെ ജീവിക്കുന്ന കാലഘട്ടം ഒത്തിരി പ്രതിസന്ധികളുടെയും അസ്വസ്ഥതകളുടെയും ഒക്കെ ഒരു കാലഘട്ടമായിരുന്നു. രാഷ്ട്രീയ മേഖലയിലും മറ്റെല്ലാ മേഖലകളിലും ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ സമയത്ത് ഈ ജെറമിയ പ്രവാചകനെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ ഈ ജെറമിയ പ്രവാചകൻ്റെ മനസ്സിൽ ഒരുപക്ഷെ പലവിധത്തിലുള്ള ഭയങ്ങളും അസ്വസ്ഥതകളും ആകുലതകളും ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം. ദൈവം പ്രവാചകനോട് പറയുകയാണ്, നീ ആരെയും ഭയപ്പെടേണ്ട, കാരണം നിന്റെ രക്ഷയ്ക്കായി ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ദൈവം ഒരു വ്യക്തിയോട് നീ ധൈര്യമായിരിക്കൂ, പേടിക്കേണ്ട എന്ന് മാത്രം പറയുകയോ ഒരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കുകയോ മാത്രമോ അല്ല ചെയ്യുന്നത്. ദൈവം ആ വ്യക്തിക്ക് വാഗ്ദാനം നൽകിയാണ്, ഞാൻ നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും, എൻ്റെ സാന്നിധ്യം എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ പലവിധത്തിലുള്ള ഭയങ്ങളിലൂടെ, അസ്വസ്ഥതകളിലൂടെ, തകർച്ചകളിലൂടെ, ആകുലതകളിലൂടെ കടന്നു പോകുന്ന ഏതൊരു വ്യക്തിക്കും കിട്ടാവുന്ന വലിയൊരു ആശ്വാസത്തിൻ്റെ, പ്രത്യാശയുടെ സന്ദേശമാണ് ദൈവം നമുക്ക് തരുന്ന, ഞാൻ നിൻ്റെ കൂടെയുണ്ടാകും. ഇത് തന്നെയാണ് ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 41-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്ന ഭയപ്പെടേണ്ട. അപ്പോൾ ദൈവം അവിടെ പറയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അവിടെയും ദൈവം പറയുന്നതാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലതു കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. അപ്പോൾ ഇവിടെയും ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ദൈവം നൽകുന്ന വാഗ്ദാനം ഇതാണ്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും, ഞാൻ നിൻ്റെ കൂടെ എല്ലായിടത്തും ഉണ്ടാകും. പിന്നെന്തിനാണ് നീ ഭയപ്പെടുന്നത്? അതാണ് ദൈവം ചോദിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ 28-ാം അധ്യായത്തിൽ 20-ാം തിരുവചനത്തിൽ ഈശോയും പറയുന്നത് തന്നെയാണ്. ഈശോ തൻ്റെ ദൗത്യം ഏൽപ്പിച്ചതിന് ശേഷം ശിഷ്യന്മാർ ദൗത്യം ഏൽപ്പിക്കുന്നു. ലോകമെമ്പാടും പോയിട്ട് സുവിശേഷം പ്രസംഗിക്കണം, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ പോയി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം നൽകണം എന്നൊക്കെ ശിഷ്യന്മാരോട് പറയുമ്പോൾ അതൊരു വലിയ ദൗത്യമാണ്, വലിയ ഉത്തരവാദിത്തമാണ്. അത് ഏൽപ്പിച്ചിട്ട്
യേശു അവരോട് പറയുന്നതാണ്, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ യേശു കൂടെയുണ്ട് എന്നുള്ളതാണ് ധൈര്യം. ദൈവം കൂടെയുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ധൈര്യം. ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും, ഏത് തകർച്ചയിലൂടെ കടന്നു പോകുമ്പോഴും, എത്ര വലിയ എതിർപ്പിലൂടെ കടന്നു പോകുമ്പോഴും നമുക്കുണ്ടാകേണ്ട ധൈര്യം, ഒരു ക്രിസ്ത്യാനിക്കുണ്ടാകേണ്ട ധൈര്യം, യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്കുണ്ടാകേണ്ട ധൈര്യം, അത് യേശു കൂടെയുണ്ട് എന്നുള്ള ധൈര്യമാണ്. അതുകൊണ്ടാണ് ഈശോ അങ്ങനെ വാഗ്ദാനം ചെയ്ത്, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. തിമോത്തിക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുകയാണ്, എന്തെന്നാൽ വീരത്വത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ്. അപ്പോൾ വചനം പഠിപ്പിക്കുകയാണ്, ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയുടെ ആത്മാവാണ്, ധൈര്യത്തിൻ്റെ ആത്മാവാണ്, വീരത്വത്തിൻ്റെ ആത്മാവല്ല, ഭയം ജനിപ്പിക്കുന്ന ആത്മാവല്ല. ഇന്നത്തെ ലോകവും ഈ ലോകത്തിലെ വാർത്തകളും നമ്മൾ കാണുന്ന കാര്യങ്ങളും നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളും ഒരുപക്ഷെ നമ്മുടെ മനസ്സിലേക്കും ഹൃദയത്തിലേക്കും ഭയം കൊണ്ടുവരുമെങ്കിലും ഈശോ പറയുകയാണ്, വീരത്വത്തിൻ്റെ ആത്മാവിനെ അല്ല ഒരു ക്രിസ്ത്യാനി സ്വീകരിച്ചിരിക്കുന്നത്, ഭയത്തിൻ്റെ ആത്മാവിനെ അല്ല ഒരു ക്രിസ്ത്യാനി സ്വീകരിച്ചിരിക്കുന്നത്, ധൈര്യത്തിൻ്റെ ആത്മാവിനെയാണ്, ശക്തിയുടെ ആത്മാവിനെയാണ്. ആ ബോധ്യം നമുക്ക് ആവശ്യമാണ്. ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ്. യേശു എൻ്റെ കൂടെയുണ്ട്. യേശു എൻ്റെ കൂടെയുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ കൂടെയുണ്ട്. ആ ആത്മാവ് ധൈര്യത്തിൻ്റെ ആത്മാവാണ്, ആ ആത്മാവ് ശക്തിയുടെ ആത്മാവാണ് എന്ന ബോധ്യമാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. അപ്പോൾ എത്ര വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും നമ്മുടെ ഉള്ളിൽ ധൈര്യമുണ്ടാകും. സങ്കീർത്തനം 23-ൽ അതാണല്ലോ സങ്കീർത്തകൻ പറയുന്നത്. സങ്കീർത്തനം 23-ന്റെ 4-ാം വാക്യത്തിൽ സങ്കീർത്തകൻ പാടുകയാണ്, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അപ്പോൾ സങ്കീർത്തനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഞാൻ ഇപ്പോൾ യാത്ര ചെയ്യുന്നത് ഒത്തിരി സന്തോഷവും സുരക്ഷിതത്വവും ഒക്കെയുള്ള സ്ഥലത്തു കൂടെ ഒന്നുമല്ല. ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത് ഭയം ജനിപ്പിക്കുന്ന മരണത്തിൻ്റെ മണമുള്ള സ്ഥലത്തുകൂടെയാണ് ഞാൻ നടക്കുന്നത്. പക്ഷേ എനിക്ക് ഭയമില്ല. എനിക്ക് ഭയമില്ലാത്തത് ഞാൻ സഞ്ചരിക്കുന്ന വഴികൾ സുരക്ഷിതമായതുകൊണ്ടല്ല. എനിക്ക് ഭയമില്ലാത്തത് എനിക്ക് പ്രതിസന്ധികൾ ഉണ്ടാകാൻ ഇടയില്ലാത്തത് കൊണ്ടല്ല. എനിക്ക് ഭയമില്ലാത്തത് എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുള്ളത് കൊണ്ടാണ്, എൻ്റെ ദൈവം എൻ്റെ കൂടെയുള്ളത് കൊണ്ടാണ്. ആ വചനം അതാണ് പറയുന്നത്, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. സ്നേഹമുള്ളവർ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ മകൻ്റെയും മകളുടെയും ജീവിതത്തിൽ ദൈവം തരുന്ന വാഗ്ദാനം ഇതാണ്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട. അപ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകാൻ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാണ് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും. അപ്പോൾ കർത്താവിൻ്റെ കൽപ്പനകൾ പാലിച്ചും ദൈവത്തിൻ്റെ കൂടെ നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ സംരക്ഷണവും ദൈവത്തിൻ്റെ സംരക്ഷണവും ലഭിക്കുക. അപ്പോൾ കർത്താവിൽ വിശ്വാസമുണ്ടാവുകയും കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടേണ്ടതില്ല. കാരണം കർത്താവ് ആ വ്യക്തിയുടെ കൂടെയുണ്ട്, ദൈവം ആ വ്യക്തിയുടെ കൂടെയുണ്ട്. ഈ ലോകത്തിലെ ഒരു പ്രതിസന്ധിക്കും അവരെ തകർക്കുവാൻ സാധിക്കുകയില്ല എന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇപ്പം ജെറമിയ പ്രവാചകനോട് ഇപ്രകാരം ദൈവം അരുളി ചെയ്ത്, നീ അവരെ ഭയപ്പെടേണ്ട, കാരണം നിൻ്റെ രക്ഷയ്ക്കായി ഞാൻ നിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ഒത്തിരി പ്രതിസന്ധികൾ നിറഞ്ഞൊരു കാലഘട്ടത്തിലാണ് ജെറമിയ പ്രവാചകൻ പ്രവർത്തിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും അപകടമുണ്ടാകാം, എപ്പോൾ വേണമെങ്കിലും എതിർപ്പുകൾ ഉണ്ടാകാം, എപ്പോൾ വേണമെങ്കിലും തന്നെ ആക്രമിക്കാം. ആ ഒരു സാഹചര്യത്തിലാണ് ദൈവം പറയുന്നത്, നീ അവരെ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ഈ കാലഘട്ടത്തിലേക്ക് നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ വലിയ പ്രതിസന്ധികളിലൂടെയൊക്കെയാണ് മനുഷ്യവർഗം കടന്നു പോകുന്നത്. എത്രയോ പേര് മക്കളെയൊക്കെ കൊന്ന് ആത്മഹത്യ ചെയ്യുന്ന മാതാപിതാക്കളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വാർത്തകൾ വായിക്കുന്ന ചില കുട്ടികൾ ചിലപ്പോൾ അവരും ഭയപ്പെടുന്നു, ഞങ്ങളുടെ വീട്ടിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ, അപ്പനും അമ്മയും തമ്മിലുള്ള വഴക്ക് കാണുമ്പോൾ ഒക്കെ ചിലപ്പോൾ കുട്ടികളും ഇങ്ങനെ അസ്വസ്ഥപ്പെടുന്നു, പരിഭ്രമിക്കുന്നു. കുട്ടികളെ കൊന്ന്
ആത്മഹത്യ ചെയ്യുന്ന മാതാപിതാക്കളെക്കുറിച്ച് വായിക്കുമ്പോൾ ഭയം കുട്ടികളിലുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള വലിയ പ്രതിസന്ധികൾ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. അല്ലെങ്കിൽ സംശയത്തെ പ്രതി, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയോടുള്ള സ്നേഹത്തെ പ്രതി ഒക്കെ ഒരു വ്യക്തിയെ കൊന്നു പ്രതികാരം തീർക്കുന്നവരുടെ എണ്ണം ഈ ലോകത്തിൽ കൂടിക്കൂടി വരുന്നു. അതല്ലെങ്കിൽ ചെറിയ തർക്കങ്ങളെ പ്രതി, ചിലപ്പോൾ ചെറിയൊരു പണത്തെ പ്രതി ഒക്കെ മനുഷ്യരെ കൊന്നുകളയുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഭയം വർദ്ധിച്ചു വരുന്നു. ഇതോടൊപ്പം ഒരു അരക്ഷിതാവസ്ഥ ഇന്നത്തെ ലോകത്തിലുണ്ട്. പ്രത്യേകമായിട്ട് മഹാമാരി കോവിഡ്-19 കോവിഡ് രോഗം വന്നതിന് ശേഷം ഒത്തിരിയേറെ അസ്വസ്ഥതയുണ്ട്. അതോടൊപ്പം നമുക്ക് ചുറ്റും നോക്കുമ്പോൾ ജോലിയില്ലാത്തത് മൂലം ഉണ്ടാകുന്ന പ്രതിസന്ധികൾ, സാമ്പത്തികമായ പ്രതിസന്ധികൾ, അങ്ങനെയുള്ള പ്രതിസന്ധികളുണ്ട്. യുദ്ധങ്ങളുടെ പ്രതിസന്ധിയുണ്ട്. പല രാജ്യങ്ങളിലും യുദ്ധങ്ങളുണ്ട്, അതിൻ്റെ പ്രതിസന്ധികളുണ്ട്. പിന്നെ മാരകമായിട്ടുള്ള മറ്റ് രോഗങ്ങൾ അലട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ മനുഷ്യൻ്റെ ജീവിതം എടുത്ത് നോക്കുമ്പോൾ ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു. വ്യക്തിപരമായ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ട്. വ്യക്തിപരമായ ജീവിതത്തിൽ പെട്ടെന്ന് ജഡിക പാപങ്ങളിൽ വീണു പോകുന്നു, ദുശീലങ്ങളിൽ വീണു പോകുന്നു, അതിൻ്റെ ഭയങ്ങളുള്ളവരുണ്ട്. ബന്ധങ്ങളിൽ, റിലേഷൻഷിപ്പുകളിൽ വരുന്ന വീഴ്ചകൾ, അതുമൂലം ഉള്ള ഭയങ്ങളിലൂടെ കടന്നു പോകുന്നു. മനുഷ്യരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ഭയങ്ങൾ മനുഷ്യരെ അലട്ടുമ്പോൾ ഈശോ തരുന്ന വാഗ്ദാനം ഇതാണ്: യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണോ നീ? യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക. അപ്പോൾ യേശു നിൻ്റെ കൂടെയുണ്ട്, ദൈവം നിൻ്റെ കൂടെയുണ്ട്. അതിനേക്കാൾ വലിയ വാഗ്ദാനം നിനക്ക് ലഭിക്കാനില്ല, അതിനേക്കാൾ വലിയ സുരക്ഷിതത്വം നിനക്ക് ലഭിക്കാനില്ല. ഈ ബോധ്യത്തോടുകൂടെ ദൈവമേ, എൻ്റെ കൂടെയുള്ള നിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ആരാധനയിൽ നമ്മുടെ എല്ലാ ഭയങ്ങളും ഈശോയ്ക്ക് സമർപ്പിച്ച് ഭയത്തിൽ നിന്ന് മോചിതരാകുവാനും ധൈര്യമുള്ളവരായി തീരാനും സൗഖ്യമുള്ളവരായി മാറാനും നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അബ്രഹാമിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞങ്ങൾക്കേക കർത്താവേ. അബ്രഹാമിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞങ്ങൾക്കേക കർത്താവേ. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും തിരുനാമം. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും തിരുനാമം. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, കർത്താവ് ഈശോ മിശിഹ അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന പരിശുദ്ധമായ നിമിഷങ്ങളാണ്. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ ഭവനങ്ങളിലുള്ള രോഗികളെ സുഖപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെയാണ് ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസത്തെയും വാർത്തകൾ വായിക്കുമ്പോൾ ഒത്തിരിയേറെ ഭയം ജനിപ്പിക്കുന്ന വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. ലോകത്ത് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന അവസരങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കൊലപാതകങ്ങൾ, ക്രൂരമായ ആക്രമണങ്ങൾ, യുദ്ധങ്ങൾ,
അതോടൊപ്പം പരസ്പരം മല്ലടിച്ച് ഉണ്ടാകുന്ന പ്രതിസന്ധികൾ. സ്നേഹമുള്ളവർ, ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ ലോകം കടന്നു പോവുകയാണ്. മനുഷ്യർ ഭയപ്പെടുകയാണ്, ഭയങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഇവിടെയാണ് ദൈവത്തിൻ്റെ വചനം. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ കർത്താവ് അരുളി ചെയ്യുന്നത്, നീ അവരെ ഭയപ്പെടേണ്ട, നിന്റെ രക്ഷയ്ക്ക് ഞാൻ നിന്നോട് കൂടെയുണ്ട്. അതേ സ്നേഹമുള്ളവരെ, എത്ര വലിയ ഭയത്തിലൂടെ കടന്നു പോകുമ്പോഴും ദൈവത്തിന് നമുക്ക് നൽകാനുള്ള വാഗ്ദാനം ഇതാണ്: നീ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണ്, നീ ദൈവ പൈതലാണ്, നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. നിന്റെ ദൈവം കൂടെയുണ്ടെങ്കിൽ നീ ഒന്നിനെയും കുറിച്ചും ഭയപ്പെടേണ്ടതില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിനും നമ്മളത് വായിക്കുന്നു. 41-ാം അധ്യായത്തിൽ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സ്നേഹമുള്ളവരെ, ദൈവത്തിന് ഭയപ്പെട്ടിരിക്കുന്ന മക്കളോട് പറയാനുള്ള സന്ദേശം ഇതാണ്: ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിലും ഈശോ തന്നെയാണ് പറഞ്ഞത്, യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. സ്നേഹമുള്ളവരെ, കുടുംബ കലഹങ്ങൾ മൂലം, ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലം, യുദ്ധങ്ങൾ മൂലം, സാമ്പത്തിക പ്രതിസന്ധികൾ മൂലം, സ്നേഹമില്ലാത്ത അവസ്ഥകൾ മൂലം, പ്രതികാര ചിന്തകൾ മൂലമുള്ള പ്രതിസന്ധികൾ മൂലം ഒക്കെ പലവിധത്തിലുള്ള ഭയങ്ങൾ നമ്മളെ അലട്ടുമ്പോൾ, മാരകമായ രോഗങ്ങളുടെ ഭയങ്ങൾ നമ്മളെ അലട്ടുമ്പോൾ, മരിച്ചു പോകുമോ എന്നുള്ള ഭയം നമ്മളെ അലട്ടുമ്പോൾ, കർത്താവിന് നമ്മോട് പറയാനുള്ളത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നുള്ള വലിയ വാഗ്ദാനമാണ്. സ്നേഹമുള്ളവർ, നമ്മുടെ ഭയങ്ങളെല്ലാം കർത്താവിന് സമർപ്പിക്കാം. പലപ്പോഴും പലരോടും സംസാരിക്കുമ്പോൾ പലർക്കും പങ്കുവയ്ക്കാനുള്ളൊരു കാര്യമാണ് ഭയമാകുന്നു. ഈ നാളുകളിലെ വാർത്തകൾ കേൾക്കുമ്പോൾ ഭയമാകുന്നു. അതേ, പ്രകൃതി ദുരന്തങ്ങളും എല്ലാം ഏറെ വർദ്ധിച്ചു വന്നിരിക്കുന്ന ഈ നാളുകളിൽ കർത്താവ് കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തോടുകൂടി ധൈര്യത്തോട് മുന്നേറുവാൻ, നമ്മുടെ പ്രതിസന്ധികളിൽ കർത്താവിൻ്റെ സഹായം ലഭിക്കുവാൻ ഈ ഗാനത്തോട് ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. സാഗരങ്ങളെ ശാന്തമാക്കിയോ ശക്തനായവൻ കൂടെയുണ്ട്. സാഗരങ്ങളെ ശാന്തമാക്കിയോ ശക്തനായവൻ കൂടെയുണ്ട്. ഇന്നും എൻ്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഇന്നും എൻ്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. സാഗരങ്ങളെ ശാന്തമാക്കിയോ ശക്തനായവൻ കൂടെയുണ്ട്. സാഗരങ്ങളെ ശാന്തമാക്കിയോ ശക്തനായവൻ കൂടെയുണ്ട്. നമ്മളെ അലട്ടുന്ന എല്ലാ ഭയങ്ങളും ഈശോയുടെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മൾ കടന്നു പോകുന്ന രോഗപീഠകളുടെ ഭയങ്ങൾ, കുടുംബത്തിലെ കലഹങ്ങളുടെ ഭയങ്ങൾ, നമ്മൾ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചുള്ള ഭയങ്ങൾ, ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട പ്രിയപ്പെട്ടവരെ കുറിച്ച് ഓർത്തുള്ള ഭയങ്ങൾ, ഈ ലോകത്തിൻ്റെതായി ജീവിക്കുന്ന മക്കളെക്കുറിച്ച് ഓർത്തുള്ള ഭയങ്ങൾ, എല്ലാ ഭയങ്ങളും കർത്താവിന് സമർപ്പിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ ഒരു നാളും സംഭ്രമിക്കില്ല, കർത്താവാണ് എൻ്റെ ദൈവം. ജീവിതത്തിൽ ഒരു നാളും സംഭ്രമിക്കില്ല, കർത്താവാണ് എൻ്റെ ദൈവം. അവൻ എന്നെ സഹായിക്കും, ശക്തനാക്കും, വലം കയ്യാൽ താങ്ങി നിർത്തും. അവൻ എന്നെ സഹായിക്കും, ശക്തനാക്കും, വലം കയ്യാൽ താങ്ങി നിർത്തും. ഇന്നും എൻ്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. കൂടെയുള്ള ദൈവം ഇന്നും എൻ്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല.
ഇന്നും എൻ്റെ കൂടെയുണ്ട് കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല ഞാൻ ഭയപ്പെടില്ല. ഇന്നും എൻ്റെ കൂടെയുണ്ട് കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല ഞാൻ ഭയപ്പെടില്ല. ഇന്നും എൻ്റെ കൂടെയുണ്ട് കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല ഞാൻ ഭയപ്പെടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ 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 ആരാധന, മഹത്വം. ഹല്ലേലൂയ ഈശോയെ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെയും എല്ലാ ഭയങ്ങളും വിട്ടുപോകട്ടെ. ഭയത്തിന്റെ അരൂപിയെ യേശുനാമത്തിൽ ശാസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. മഹത്വം, 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 മഹത്വം. യേശുവേ, ആരാധന, 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 ആരാധന. യേശുവേ, ആരാധന. സ്നേഹമുള്ളവരെ, വലിയ ഭയങ്ങളിലൂടെ നമ്മുടെ മക്കൾ കടന്നു പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കുടുംബത്തില് മക്കളെ കൊന്ന പിതാവ് ആത്മഹത്യ ചെയ്ത് വാർത്ത വായിച്ച് ഒരു കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെയുള്ള വാർത്തകൾ കാണുമ്പോൾ ഭയമാകുന്നു. അതേ സ്നേഹമുള്ളവരെ, ദേഷ്യം വരുമ്പോൾ ജീവിത പങ്കാളിയെ കൊല്ലുന്ന ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, ദേഷ്യം വരുമ്പോൾ അല്ലെങ്കിൽ പണത്തിന് വേണ്ടി സ്വന്തം മാതാപിതാക്കളെ പോലും ഉപദ്രവിക്കുന്ന, വധിക്കുന്ന മക്കൾ, അയൽക്കാരോട് കരുണ കാണിക്കാത്തവർ, ഇങ്ങനെയുള്ളവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഈ ലോകത്ത് സ്നേഹമുള്ളവരെ, ഭയം പലരെയും അലട്ടും. അതോടൊപ്പം രോഗങ്ങളും ഒത്തിരിയേറെ കൂടിക്കൂടി വരുന്നു. പലവിധത്തിലുള്ള മാരക രോഗങ്ങളും ചികിത്സയില്ലാത്ത രോഗങ്ങളും ഒക്കെ ഈ നാട്ടിൽ വർദ്ധിച്ചു വരുന്നു. ഇവിടെ ഭയം നമ്മളെ കീഴടക്കുമ്പോൾ കർത്താവ് നമുക്ക് തരുന്ന വലിയ വാഗ്ദാനം ഇതാണ്, ഞാൻ കൂടെ ഉണ്ടാകും. സങ്കീർത്തനം 23 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ പോകുന്നതെങ്കിലും എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അതാണ് ഈശോയ്ക്ക് നമ്മോട് പറയാനുള്ളത്, അതാണ് ദൈവത്തിന് നമ്മോട് പറയാനുള്ളത്. ഭയപ്പെടാനില്ല. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരകളിലൂടെ കടന്നു പോകുമ്പോഴും കർത്താവ് കൂടെയുണ്ടെന്നുള്ള ബോധ്യം നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.